അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീസ് റേഡിയോ വഴി നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് LP UP വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിശേഷിച്ചും സംഘടിപ്പിക്കുന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സമ്മർ ക്വസ്റ്റ് എന്നുള്ള പദ്ധതി ഇതിനോടകം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ കുട്ടികൾ പല ആളുകളും അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായും പീസ് റേഡിയോ അതിലെ കോഴ്സ് ഓപ്ഷനൊക്കെ നല്ല പരിചയമുള്ള, അതിൽ പല കോഴ്സുകളിലും ഓൾറെഡി എൻറോൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന, മുന്നേറിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് ഓപ്ഷനും അതിലെ എൻറോൾമെൻറ്റ് സിസ്റ്റവും എല്ലാം കുറച്ചുകൂടി പരിചിതമായിരിക്കും. എന്നാൽ ചില രക്ഷിതാക്കളെങ്കിലും ചില സംശയങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് ആ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ കോഴ്സ് ഓപ്ഷൻ തുറക്കുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ ഇപ്പോൾ എൻ്റെ സ്വന്തം പ്രൊഫൈലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും മുകളിൽ അസർ അബ്ദുൾ റസാഖ് എന്ന എൻ്റെ പേരും അതോടൊപ്പം എൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും നിങ്ങൾക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് താഴെ എൻറോൾഡ് ആയിട്ടുള്ള കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ പ്രശ്നം പറയുന്ന അല്ലെങ്കിൽ സംശയം പറയുന്ന രക്ഷിതാക്കൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സ് ഓപ്ഷൻ തുറക്കുന്ന വഴി തന്നെ താഴത്ത് പുതിയ കോഴ്സുകൾ, ഓഫർ ചെയ്യപ്പെടുന്ന പുതിയ കോഴ്സുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചില രക്ഷിതാക്കളെങ്കിലും ചെയ്തിട്ടുള്ളത് അവരുടെ സ്വന്തം പ്രൊഫൈൽ, അവരുടെ ആ ഒരു കോഴ്സ് ഓപ്ഷനിലുള്ള അവരുടെ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്ന ആ പ്രൊഫൈലിൽ നിന്ന് തന്നെ കോഴ്സസ് അവർ സെലക്ട് ചെയ്ത്, ഇപ്പോൾ സമ്മർ ക്വസ്റ്റ് UP കാറ്റഗറി കോഴ്സ് അവർ സെലക്ട് ചെയ്യുന്നു. താഴെയുള്ള എൻറോൾ നൗ എന്നുള്ള ബട്ടൺ അവർ പ്രസ് ചെയ്യാണ്. അപ്പോൾ സംഭവിക്കുന്നത്, ആ രക്ഷിതാവിൻ്റെ എൻറോൾമെൻറ്റ് ID-യിൽ നിന്നാണ് ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ താഴെ 4 ടാബുകളിൽ ഏറ്റവും അവസാനമായി വലത് വശത്ത് കോർണറിലുള്ള പ്രൊഫൈൽ എന്നുള്ള ഒരു ടാബ് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രൊഫൈൽ എടുക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ മൂന്നാമതായിട്ടൊരു ഓപ്ഷൻ ഫാമിലി എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. ഈ ഫാമിലി എന്നുള്ള ഓപ്ഷൻ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ഈ ഒരു ഫോൺ തന്നെ ഉപയോഗിച്ച് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന, പീസ് റേഡിയോ കേൾക്കുന്ന മറ്റുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാൻ വേണ്ടിയുള്ളതാണ് ഈ മൂന്നാമത്തെ ഫാമിലി എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഫാമിലി എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിൽ 2 പ്രൊഫൈലുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ സ്വന്തം പ്രൊഫൈലും എൻ്റെ വൈഫിൻ്റെ പ്രൊഫൈലുമാണ്. ഈ 2 പ്രൊഫൈലുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ ഇപ്പോൾ ഈ സമ്മർ ക്വസ്റ്റിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ മക്കളാണ്. അപ്പോൾ അവരുടെ പ്രൊഫൈലുകൾ കൂടി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഏറ്റവും താഴെ റൈറ്റ് മോസ്റ്റ് കോർണറിൽ നമുക്കൊരു പ്ലസ് ബട്ടൺ, പുതിയ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പുതിയ എൻറോൾമെൻറ്റുകൾ ചേർക്കാനുള്ള ഓപ്ഷനാണ്. അത് പ്രസ് ചെയ്യുന്നതോടുകൂടി നെയിം, ഏജ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഞാനിതിൽ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഏജ് ഞാൻ സിമിലർലി ഞാൻ ജസ്റ്റ് ഒരു ഏജ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം കാണിക്കുകയാണ്. ഓക്കെ. ക്വാളിഫിക്കേഷൻ SSLCക്ക് താഴെ, യെസ്. ഡേറ്റ് ഓഫ് ബർത്ത് 4/4/2019 ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് ഞാൻ ചേർക്കുന്നത്. ഇമെയിൽ ID ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡറും സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സേവ് ചെയ്യുന്നതോടുകൂടി ഇവിടെ പുതിയ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ABC എന്നുള്ള പേരിൽ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻറോൾമെൻറ്റ് ID-യും നമ്പറും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പുതിയ പ്രൊഫൈൽ, ആ പ്രൊഫൈൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒരു പ്രൊഫൈലിന് നേരെ തന്നെയുള്ള ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നു. അതോടുകൂടി ആ ഒരു പുതിയ പ്രൊഫൈലിലെ ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഈ കോഴ്സിന് എൻറോൾ ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടി ഒരു LP ക്ലാസ്സിലുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് കാണുന്ന കോഴ്സസ്, ഓഫർ ചെയ്യപ്പെടുന്ന പുതിയ കോഴ്സുകളിൽ സമ്മർ ക്വസ്റ്റ് LP എന്നുള്ള ആ ഒരു ടാബ് നമ്മൾ പ്രസ് ചെയ്യുന്നു. താഴെ എൻറോൾ നൗ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ എൻറോൾ നൗ പ്രസ് ചെയ്യുന്നതോടുകൂടി ആ കുട്ടി ആ ഒരു കോഴ്സിന് വേണ്ടി എൻറോൾ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ABC എന്നുള്ള ഈ ഒരു പ്രൊഫൈലും നമുക്ക് ആ ഒരു കോഴ്സ് കാണാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ UP ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊഫൈലിൽ പോയി ഫാമിലി സെലക്ട് ചെയ്ത് പുതിയ ഒരു പ്രൊഫൈൽ കൂടി, നമ്മുടെ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി പുതിയൊരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രൊഫൈൽ ആക്ടിവേറ്റ് ചെയ്ത ശേഷം നമ്മൾ പുതിയ ആ ഒരു കോഴ്സ്, ഏത് കോഴ്സാണോ UP ആണോ LP ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
ചെയ്യേണ്ടത്. ഇപ്പോൾ എൽ പി ക്ലാസ്സിലാകട്ടെ യു പി ക്ലാസ്സിലാകട്ടെ നമുക്ക് എത്ര മക്കളുണ്ടോ അവരെയെല്ലാം നമ്മുടെ സ്വന്തം ഫോണിൽ നിന്ന് തന്നെ എൻറോൾ ചെയ്യിപ്പിക്കാനും അവർക്ക് അതാത് കോഴ്സുകൾ പൂർണ്ണമായി കേൾക്കാനും അവരുടെ ക്വിസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഈ രൂപത്തിൽ സാധിക്കും. ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോഴുമെല്ലാം ഏതൊരു കുട്ടിയാണോ അപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് അവരുടെ ആ പ്രൊഫൈൽ തന്നെയാണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്നാണ് അവർ കോഴ്സ് അത് കൺസ്യൂം ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്വിസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് ഉറപ്പ് വരുത്തുക മാത്രമാണ് വേണ്ടത്. അതാത് സമയത്ത് ഓരോ കുട്ടികളും ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു എൻറോൾമെൻറ്റ് ഐ ഡിയിൽ നിന്ന് തന്നെയാണ്, ആ എൻറോൾമെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഈ ഒരു വെക്കേഷൻ ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ തന്നെ പൂർത്തിയാക്കാൻ, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.